തൃശ്ശൂരിൻ്റെ ഈ ഒരു മണ്ണിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സോ തൃശ്ശൂരുകാർ ഇവിടെ എത്ര പേരുണ്ട്? തൃശ്ശൂരിൻ്റെ എത്ര പേരുണ്ട്? തൃശ്ശൂരുകാരുണ്ടോ? തൃശ്ശൂരുകാരൊന്ന് കൈയടിച്ചേ. കാരണം സാംസ്കാരിക തലസ്ഥാനം, സാംസ്കാരിക നഗരിയാണ്. സോ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും ധന്യമായൊരു മൊമെൻ്റാണ് ഇനി വേദിയിൽ സംഭവിക്കാൻ പോകുന്നത്. ലെജൻസിൻ്റെ വലിയൊരു എന്താ പറയുക പ്രസൻസ് ആയിരിക്കും എൻ്റെ ചുറ്റും ഇനി ഉണ്ടാകുക. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു ആദരിക്കൽ ചടങ്ങെന്ന് പറയുന്നത്. ആരെയാണ് ആദരിക്കാൻ പോകുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പേര് പോലും ഉരിയാടാനായിട്ടുള്ള എന്താ പറയുക ഒരു മെറിറ്റ് ഒന്നും തന്നെ എനിക്കില്ല. അതുകൊണ്ട് അത് ആരാണെന്ന് നമുക്ക് മോണിറ്ററിലൂടെ തന്നെ ആദ്യമൊന്ന് അറിയാം. വിദ്യാധരൻ മാസ്റ്റർ 6 പതിറ്റാണ്ട് പിന്നിട്ട സംഗീത സപര്യ കൊണ്ട് ആസ്വാദക മനസ്സുകളുടെ ആൽത്തറയിൽ വാഴുന്ന സംഗീത സംവിധായകൻ, അനുപമ ശബ്ദം കൊണ്ട് അനുഗ്രഹീതനായ ഗായകൻ, ശാസ്ത്രീയ സംഗീതത്തിന്റെ സ്വരവഴികളെ നാടൻ ശീലുകൾ കൊണ്ട് ഇമ്പമേറ്റുന്ന സംഗീത മാന്ത്രികൻ, കഥാവശേഷനിലെ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും തണ്ണീർമത്തൻ ദിനങ്ങളിലെ എന്ത് വിധി ഇത്, സമീറിലെ മഴ ചാറും ഇടവഴിയിൽ, മഹാവീര്യനിലെ രാധേ രാധ, സമീപകാല സിനിമകളിൽ തന്റെ ആലാപനം കൊണ്ട് വിദ്യാധരൻ മാഷ് പാട്ടിന്റെ പൂമരം തീർത്തു. കൽപ്പാന്ത കാലത്തോളം കാതരെ എന്ന ഒറ്റ പാട്ടുമതി വിദ്യാധരൻ മാഷിലെ സംഗീത സംവിധായകന് അനശ്വരനാകാൻ. നഷ്ടസ്വർഗങ്ങളെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. വിദ്യാധരൻ മാഷ് ചിട്ടപ്പെടുത്തി തലമുറകൾ നെഞ്ചേറ്റിയ ഇങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ. 1947 പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിലെ പതിരാണെന്നോർത്തൊരു കനവിൽ എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിദ്യാധരൻ മാഷിനെ കേരള വിഷൻ ആദരിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാധരൻ മാഷിന് സ്വാഗതം. 6 പതിറ്റാണ്ടായിട്ട് മലയാളികളെ സംഗീതത്തിന്റെ ഈണങ്ങളുടെ വേറിട്ട ആവിഷ്കാരം കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രതിഭയ്ക്ക് നൽകുന്ന ആദരമാണ് ഇനി തൃശ്ശൂരിന്റെ മണ്ണിൽ സംഭവിക്കാൻ പോകുന്നത്. തികഞ്ഞ റെസ്പെക്റ്റോടെ തന്നെ മാസ്റ്ററെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം നമുക്കറിയാം സംസ്ഥാന അവാർഡിന്റെ നിറവിൽ കൂടി നിൽക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. തൃശ്ശൂരിന് ലഭിക്കാവുന്നതിൽ നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് തന്നെ കേരള വിഷന്റെ ഈ ഒരു സദസ്സിലേക്ക് ഇതാ നമുക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളിക്ക് മലയാളിത്വം തുളുമ്പുന്ന ഈണങ്ങൾ സമ്മാനിച്ച മ്യൂസിക് ഡയറക്ടർ, ഇപ്പോ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ, ഞങ്ങളുടെ സ്വന്തം വിദ്യാധരൻ മാസ്റ്ററെ ഞങ്ങളിവിടെ ഇതാ ഞങ്ങളുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെ മൂടാൻ പോവാണ്, ആദരം കൊണ്ട് മൂടാൻ പോവാണ്. ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്തെന്ന് പറഞ്ഞാൽ, കാരണം അത്രയും വലിയൊരു പ്രതിഭേനെയാണ് നമ്മൾ ആദരിക്കാൻ പോകുന്നത്, ആരെ കൊണ്ട് അത് ചെയ്യിക്കും എന്നൊരു വലിയ ചോദ്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു മാസ്റ്ററെ. കാരണം ചെറിയ കണക്കല്ല, 6 പതിറ്റാണ്ടായിട്ട് നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മാസ്റ്ററിന് ഒരുപാട് ആത്മബന്ധമുള്ള, മാസ്റ്റർ ഒരു സ്ട്രോങ് ബോണ്ട് ഇപ്പോഴും കണക്ഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിന് അഭിമാനമായിട്ടുള്ള ഒരു വലിയ പ്രതിഭയാണ് മാസ്റ്ററെ ഇവിടെ ഇത് ആദരം കൊണ്ട് മൂടാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വകാര്യ അഹങ്കാരമാണ്, അഭിമാനമാണ്. ഒരുപാട് സ്നേഹത്തോടെ നിറഞ്ഞ കൈയടിയോടെ തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. തികഞ്ഞ അഭിമാനത്തോടെ ഞങ്ങളുടെ സ്വന്തം മേളപ്രമാണിയും ഒപ്പം തന്നെ കുട്ടേട്ടെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ. കുട്ടേട്ടാ പ്ലീസ് അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യാൻ. ഒപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശംസാപത്രം സമർപ്പിക്കുന്നതിലേക്കായിട്ട് ദ മാനേജിംഗ് ഡയറക്ടർ ഫോർ മൈൻഡ് പ്രശാന്ത് സാറിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. കൂടാതെ കേരള വിഷന്റെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഷുക്കൂർ കോളിക്കര, ദ ഡയറക്ടർ ഫോർ കേരള വിഷൻ, അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ഇവിടെ ഇതാ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഷുക്കൂർ സാറിനെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. കൂടാതെ ഞങ്ങളുടെ പ്രശാന്ത്, മാനേജിംഗ് ഡയറക്ടർ ഫോർ മൈൻഡ്. ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ ഇതാ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പൊന്നാട ചാർത്തി അദ്ദേഹത്തെ ഇവിടെ ഞങ്ങൾ ആദരിക്കാൻ പോവാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ആദരമാണ് ഞങ്ങൾ അറിയിക്കാൻ പോകുന്നത്. പൊന്നാട ചാർത്തി അവാർഡ് സമർപ്പണമാണ്. കുട്ടേട്ടന്റെ സാന്നിധ്യത്തിലാണ്
കുട്ടേട്ടന്റെ സാന്നിധ്യത്തിലാണ്, കുട്ടേട്ടനാണ് ഞങ്ങൾക്ക് വേണ്ടി പൊന്നാട ചാർത്തുന്നത്. മാസ്റ്റർക്ക് പൊന്നാട ചാർത്താനായിട്ട് ഞങ്ങളുടെ മേളപ്രമാണി കൂടിയ അദ്ദേഹത്തിനോട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സർ പ്ലീസ് ഡു ദ ഓണർ. യെസ് സർ. സർ അങ്ങ് നമുക്ക് വിദ്യാധരൻ മാസ്റ്റർക്ക് വേണ്ടിയുള്ള ആദരമാണ്. ഒന്ന് വിദ്യാധരൻ മാസ്റ്ററെ ഞങ്ങൾ ഇവിടെ ഇതാ പൊന്നാട ചാർത്തി ഞങ്ങൾ ഇവിടെ ഇതാ ആദരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പൊന്നാട ചാർത്തി നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇതാ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഈ ഒരു അംഗീകാരം അറിയിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രശംസാപത്രം സമർപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ മൈൻഡ് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് സാറാണ് നൽകുന്നത്. കേരള വിഷന്റെ ഉപഹാരമാണ് ഷുക്കൂർ സാറ് സമർപ്പിക്കാനായിട്ട് പോകുന്നത്. കേരള വിഷന്റെ ഉപഹാരമാണ് ഷുക്കൂർ സാറ് ഇവിടെ ഇതാ അദ്ദേഹത്തിന് നൽകുന്നത്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ ചെറിയൊരു സ്നേഹ സമ്മാനം കൂടി അദ്ദേഹത്തിന് നൽകുകയാണ്. വിദ്യാധരൻ മാസ്റ്ററിന് വേണ്ടിയുള്ള ഒരു ചെറിയ സ്നേഹ സമ്മാനം കൂടി ഞങ്ങളുടെ പ്രശാന്ത് സാറ്, ദ മാനേജിംഗ് ഡയറക്ടർ ഫോർ മൈൻഡ്, അദ്ദേഹം ഇവിടെ ഇതാ നൽകിക്കഴിഞ്ഞു. പൊന്നാട ചാർത്തി ആദരിച്ചത് ഞങ്ങളുടെ പെരുവനം കുട്ടന്മാരായിരുന്നു. വിദ്യാധരൻ മാസ്റ്ററിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ഇതാ തുടങ്ങാൻ പോവുകയാണ്. മാസ്റ്റർ, ഞാൻ മാസ്റ്ററിന്റെ മൈക്ക് തന്ന് ഞാൻ തുടങ്ങട്ടെ. കാര്യം ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ന് മാസ്റ്ററിന്റെ ഈ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ആദരമാണ്, അംഗീകാരമാണ്. എന്ത് തോന്നുന്നു മാസ്റ്റർ കേരള വിഷന്റെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ? സുഹൃത്തുക്കളെ, കേരള വിഷന്റെ ഈ വേദിയിൽ വെച്ച് എനിക്ക് തന്ന ഈ ആദരം ഏതൊരു ബഹുമാന ആദരങ്ങൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിലമതിക്കുന്നു. ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളെല്ലാവരും ചേർന്ന് ഈ സ്നേഹത്തിനാണ് ഏറ്റവും വലിയ വില. അപ്പോൾ ഈ അവാർഡ് കിട്ടുക, പുരസ്കാരങ്ങൾ കിട്ടുക എന്നുള്ളത് ജനങ്ങളുടെ സ്നേഹത്തിന് അതിനേക്കാൾ മേലെ അല്ലാതെ ഈ സ്നേഹമാണ് ഏറ്റവും വലിയ കാര്യം. ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ നമസ്കരിക്കുക, കൈകൂപ്പുന്നു. ഈ ആദരവ് ജീവിതത്തിൽ ഒരിക്കലും മറക്കുന്ന ഒരു സുദിനമല്ല ഇത്. ഏറ്റവും നല്ല ഒരു അവാർഡായിട്ട് ഈ ആദരത്തെ ഞാൻ കാണുന്നു. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യവും സുഖവും നല്ല അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടിയ വേറൊരു ഭാഗ്യം എന്ന് പറയുന്നത് കുട്ടേട്ടൻ്റെ ഈ ഒരു സാന്നിധ്യം തന്നെയാണ്. തൃശ്ശൂരിന്റെ മണ്ണിൽ ഇത്രയും വലിയൊരു രീതിയിൽ ഒരു അവാർഡ് നൈറ്റ് അരങ്ങേറുമ്പോൾ, അതും കേരള വിഷന്റെ അരങ്ങേറുമ്പോൾ എന്താണ് സർ പറയാനുള്ളത്? സന്തോഷം, സന്തോഷം, അതാണ് പറയാനുള്ളത്. തൃശ്ശൂരിൻ്റെ അഭിമാനമായ സംഗീത ലോകത്തെ ചക്രവർത്തി എന്നുപോലും വിശേഷിപ്പിക്കാൻ പ്രാപ്തമായ വിദ്യാധരൻ മാഷ്, ഈ മാഷ് പറഞ്ഞ പോലെ ഈ ഒരു വലിയ വേദിയിൽ വെച്ച്, വലിയ പ്ലാറ്റ്ഫോമിൽ വെച്ച് ആദരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു മഹാഭാഗ്യം. അതെനിക്ക് എൻ്റെ മേളകല നൽകിയ അനുഗ്രഹം മാത്രമാണ്. വിദ്യാധരൻ മാഷും ഞാനും ഒരേ നാട്ടുകാരാണ്. ആറാട്ടുപുഴയുടെ അഭിമാനം പെരുവനത്തിൻ്റെ അഭിമാനമാണ്. ഞങ്ങളുടെ ആ സന്തോഷം പങ്കിടുന്നു. സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് കൽപ്പാന്തകാലത്തോളം പാട്ട് പാടാനും പാടിക്കാനും മാഷ്ക്ക് സാധിക്കട്ടെ. കേരള വിഷന് ഇനിയും പുരസ്കാരങ്ങൾ നൽകി പ്രതിഭകളെ ആദരിക്കാൻ അവസരമുണ്ടാകട്ടെ. ഏവർക്കും നമസ്കാരം, നന്ദി. എന്നാലും കുട്ടേട്ട ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരുപാട് വർഷത്തെ ഒരു ബന്ധമുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും വിദ്യാധരൻ മാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താണ്, ഒരു ഓർമ്മ എന്താണ്? ഇതുവരെ അധികം ഷെയർ ചെയ്തിട്ടില്ലാത്തൊരു ഓർമ്മ. കാരണം ഇപ്പോൾ സംസ്ഥാന അവാർഡ് ജേതാവൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. സംഗീത സംവിധായകനാണ്, എന്നാലും ഗായകനുള്ള അവാർഡാണ് കിട്ടിയിട്ട് നിൽക്കുന്നത്. സോ ആദ്യം വരുന്നൊരു ഓർമ്മ എന്തായിരിക്കും കുട്ടേട്ടാ? വിദ്യാധരൻ മാഷെ കാണുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് കൽപ്പാന്തകാലം തന്നെയാണ്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്ന പാട്ടാണ് ഞാൻ കൂടുതൽ അതിലിഷ്ടപ്പെടുന്നത്. അതേസമയം അമ്പലമില്ലാതെ അൽത്തറയും ചന്ദനം പൂക്കുന്ന പൂന്തോട്ടവും അങ്ങനെ മാഷയുടെ നിരവധി പാട്ടുകൾ ഓർമ്മ വരും. അതിനേക്കാളൊക്കെ ഓർമ്മയിൽ വരുന്നത് ഹാർമോണിയം പെട്ടിയും വെച്ചുകൊണ്ട് CNN സ്കൂളിൽ കുട്ടികൾക്ക് ഗാനമേളയ്ക്ക് പ്രചോദനമായി മാഷ്
സംഗീതം പകർന്ന എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ്. അതിൽ നിന്ന് തുടങ്ങിയ വളർച്ചയാണ് മാഷിന്ന് ഈ ഉന്നതിയിലെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭയങ്കര ഇമോഷണൽ ആയൊരു മൊമെൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കേരളം അറിയുന്ന 2 ലെജൻസ് ആണ് ഈ ഒരു വേദിയിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടേട്ടന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മഴചാറും ഇടവഴിയിൽ ഒന്ന് പാടാൻ പറ്റുമോ സാറേ? ഞാൻ ഒന്ന് മാസ്റ്ററിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, നല്ലൊരു കൈയടി കൊടുത്താൽ ചിലപ്പോൾ മാസ്റ്റർ നമുക്ക് വേണ്ടി ഒന്ന് അത് മൂളി തരും. പ്ലീസ് മാസ്റ്ററേ. സുഹൃത്തുക്കളെ, ആദ്യമായി നിങ്ങളോട് ക്ഷമാപണം ചോദിക്കുകയാണ്, ക്ഷമാപണം പറയാം. എനിക്ക് ഈ പാട്ടുകളുടെ അക്ഷരങ്ങളൊന്നും ഓർമ്മ വരില്ല. അക്ഷരം അറിയാത്തതുകൊണ്ട് ആ ട്യൂണ് മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. അപ്പം എന്താണ് എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയാം, എനിക്ക് ആകെ അറിയുന്ന ഒരു പാട്ട് കൽപ്പാന്തകാലം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നിരവധി വേദികളിൽ പാടിയതുകൊണ്ട് അതിൻ്റെ അക്ഷരം ഞാൻ മറക്കില്ല. ആദ്യം സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടും അതായതുകൊണ്ട് ഒരിക്കലും മറക്കില്ല. മറ്റുള്ളതൊക്കെ വരികൾ ഒരു പക്ഷേ വിട്ടുപോകാം. അത് ഈ പറയുന്ന പാട്ട് ഞാൻ പാടിയതാണ്. ഇത് സംഗീതം ചെയ്തത് ശിവരാമൻ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്, കൂറ്റനാടുകാരൻ. പക്ഷെ അത് സിനിമയ്ക്ക് വേണ്ടി എടുത്തു, കാസറ്റിലേക്ക് വേണ്ടി പാടിയതായെങ്കിലും സമീർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അത് എടുത്തപ്പോൾ ആ പാട്ട് ജനങ്ങൾ സ്വീകരിച്ചു. എവിടെ ചെന്നാലും അത് പാടാൻ പറയും. പക്ഷെ മറ്റുള്ളവർ പാടി കേൾക്കുന്നു, എനിക്കത് പാടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മഴചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ കിളിവാലൻ കുഴിയുടെ പോലെ ചാരെ വന്നോളെ, എൻ്റെ ചാരെ വന്നോളെ. മഴ ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ തരരാരിരെ തരരാരിരാരി ചാരെ വന്നോളെ, എൻ്റെ ചാരെ വന്നോളെ. സോറി, അക്ഷരമില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് തന്നെയാണ്. പാട്ട് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. മാസ്റ്റർക്കും കുട്ടേട്ടനും ഒരു വലിയ കയ്യടി നൽകിക്കൊണ്ട് തന്നെ ഇതാ ഞങ്ങൾ വീണ്ടും സീറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. മാസ്റ്റർ ഞങ്ങളോടൊപ്പം ഇനി ഉണ്ടാകണം എന്നൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ 2-3 അവാർഡ്സ് നൽകാനായിട്ടും ഒപ്പം തന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള ഡിഗ്നിറ്ററീസിനും ഞങ്ങളുടെ താങ്ക്സ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ.